ഇന്നത്തെ വീഡിയോയിൽ നോൺ ഇൻവെർട്ട് വോൾട്ടേജ് ഫോളോവർ ബഫർ ആംപ്ലിഫയറിനെ കുറിച്ചാണ് പറയുന്നത്. ബഫർ ആംപ്ലിഫയറിൽ നമ്മുടെ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസിന് ഒരു മാറ്റവും സംഭവിക്കാതെ ഔട്ട് കിട്ടും. ഇൻപുട്ടിൽ കൊടുക്കുന്ന അതേ ഗെയിൻ ആയിരിക്കും ഔട്ട്പുട്ടിലും നമുക്ക് വരുന്നത്. ഇത് ഗെയിൻ ബൂസ്റ്റ് ചെയ്യില്ല. ഇതൊരു വോൾട്ടേജ് ഫോളോവറാണ്, നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇവിടെ ഐസിയുടെ പിൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് 8ാമത്തെ പിന്നിലും 4ാമത്തെ പിന്നിലും വോൾട്ടേജ് കൊടുത്തതിന് ശേഷം രണ്ട് ഇൻപുട്ടുണ്ട്, നോൺ ഇൻവെർട്ടും ഇൻവെർട്ടും. ഔട്ടിലേക്ക് നമുക്കൊരു ഔട്ട് കിട്ടും. അവിടെ നോൺ ഇൻവെർട്ടിലാണ് നമ്മളിപ്പോൾ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇൻവെർട്ടും ഔട്ടും തമ്മിൽ ഇൻഡിവിജ്വലായിട്ട് ഡയറക്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗെയിൻ 0 ആണ്. എന്നുവെച്ചാൽ 1 ഇത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു സൗണ്ട് ഔട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആംപ്ലിഫയറിലോ BTയിലോ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് വന്നതിന് ശേഷം ഈ ബഫറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഔട്ട് സൈഡിൽ ഉണ്ടാകുന്ന ഷോർട്ട് സിഗ്നലിൻ്റെ ക്ലാഷ് എന്ത് വന്നു കഴിഞ്ഞാലും ഇൻപുട്ടിനെ അതൊരിക്കലും ബാധിക്കില്ല. അതായത് കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട് കാർഡ് സേഫ് ആയിരിക്കും, ക്ലാഷ് ആകത്തില്ല. ഇത് കണ്ടിട്ടുണ്ടായിരിക്കും, കമ്പ്യൂട്ടറിൽ ആംപ്ലിഫയർ കണക്ട് ചെയ്യുമ്പോൾ ഒരു സ്പീക്കറിൻ്റെ ഇൻറ്റു റെഡിൽ വരുന്നുണ്ട്, അതുണ്ടാവില്ല. പിന്നെ അടുത്ത് ഇത് നമുക്കൊരു മിക്സറായിട്ട് ഉപയോഗിക്കാം. ബഫർ മിക്സറായി ഉപയോഗിക്കാം, കാരണം ഇതിന് ഫേസിന് മാറ്റം വരാത്തതുകൊണ്ടാണ്. ഇതിവിടെ രണ്ട് നോൺ ഇൻവെർട്ടറിലേക്ക് ലെഫ്റ്റും റൈറ്റും രണ്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ മിക്സായിട്ട് നമുക്കൊരു ഔട്ട് കിട്ടും. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സബ് വൂഫർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ രണ്ട് സിഗ്നൽ തമ്മിൽ ജോയിൻ്റ് ഔട്ടായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ബഫർ ഉപയോഗിക്കാം. അത് നമ്മുടെ ആംപ്ലിഫയർ സെക്ഷനിൽ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സിഗ്നൽ ലെഫ്റ്റും റൈറ്റും ഉപയോഗിച്ച് റെസിസ്റ്റർ വഴി ജോയിൻ്റ് ചെയ്യണമെങ്കിൽ റെസിസ്റ്റർ വഴിയിട്ട് ഷോർട്ടായിട്ടൊരു കണക്ഷൻ ഉണ്ടാകും. അത് രണ്ട് ചാനലും മിക്സായി പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമ്മളിതുപോലെ ബഫർ ഉപയോഗിക്കുകയാണെങ്കിൽ ഔട്ടിൽ ജോയിൻറ്റിൽ ഷോർട്ട് ചെയ്താലും ഇൻപുട്ടിന് യാതൊരു വേരിയേഷനും ഉണ്ടാകില്ല. അതുകൊണ്ട് ബഫർ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് ഓപ്പ് ആമ്പ് ബഫർ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലൊരു ക്ലാരിറ്റി ഔട്ട്, അതായത് ഈ ഇൻപുട്ടിൽ നോൺ ഇൻവെർട്ടറിൽ ഈ പ്ലസ് മൈനസ് ഈ രണ്ട് വോൾട്ടേജ് ഇൻഡിവിജ്വലായിട്ട് ഔട്ടിൽ വരുന്ന സാമ്പിൾ തടയാനായിട്ട് നമുക്കിവിടെ ഒരു ഓഫ്സെറ്റ് 100K ഓഫ്സെറ്റ് കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും 0 ഔട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേ നോയ്സ് ഒന്നും കാണത്തില്ല, ക്ലാരിറ്റി ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ബഫർ കൊണ്ട് ഉള്ള ഗുണങ്ങൾ. ഇത് ഗെയിന് ഇൻക്രീസ് ചെയ്യില്ല, സെയിം ഫേസിലും ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ നോൺ ഇൻവെർട്ടർ ബഫറിൻ്റെ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. അടുത്ത് ഇനി ഗെയിന് കണ്ടക്ട് ചെയ്യുന്ന ബഫറാണ് അടുത്തത്. ഓക്കെ.